താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റം ചുമത്തപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഹൈക്കോടതിയിൽ വീണ്ടും റിട്ട് പെറ്റീഷൻ. 6 കുട്ടികളുടെ രക്ഷിതാക്കൾ ചേർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് നടപ്പിലാക്കണമെന്നും സ്കൂളുകൾ കുട്ടികളുടെ അഡ്മിഷൻ അപേക്ഷ സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഈ മാസം 16-ന് കേസ് വീണ്ടും പരിഗണിക്കും. ലിനറ്റ് വർഗീസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിനറ്റ്, ഇവരുടെ സ്കൂളിൽ ചേരുന്ന നടപടികൾക്ക് നിലവിൽ തടസ്സം നേരിട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ റിട്ട് പെറ്റീഷനിൽ ആവശ്യപ്പെടുന്നത്? ലക്ഷ്മി, നിലവിൽ ഈ ഒരു 6 വിദ്യാർത്ഥികളിൽ 5 പേരും +1 പ്രവേശനം നേടിയവരാണ്. ഒരാളുടെ പെർമനന്റ് അഡ്മിഷനും ബാക്കിയുള്ളവർ ടെമ്പററി അഡ്മിഷനും എടുത്തിരുന്നവരാണ്. എന്നിരുന്നാലും മറ്റ് സ്കൂളുകളും ഇത്തരത്തിലുള്ള +1 പ്രവേശനത്തിലുള്ള അപേക്ഷ വീണ്ടും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് മാത്രമേ വന്നു കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റ് സ്കൂളുകളും ഈ അപേക്ഷ പരിഗണിക്കേണ്ട അത് നിലവിലിരുത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു റിട്ട് പെറ്റീഷൻ വീണ്ടും ഇത്തരത്തിൽ ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ കുടുംബം ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. 6 കുട്ടികളുടെ രക്ഷകർത്താക്കളാണ് ഇത്തരത്തിലുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് നടപ്പാക്കുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളുടെ +1 പ്രവേശനത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുക, കുട്ടികളെ ഡീബാർ ചെയ്തത് മാറ്റുക, റദ്ദാക്കുക എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലുള്ള റിട്ട് പെറ്റീഷൻ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ +1 ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷാഫലം വരുന്നത് സംബന്ധിച്ച് വളരെയേറെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലമാണ് പിന്നീട് കുട്ടികളുടെ പരീക്ഷാഫലം പുറത്തു വന്നത്. പക്ഷേ കുട്ടികളെ ഡീബാർ ചെയ്യുന്നത് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. എന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇനിയും ആവശ്യമാണ്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഈ മാസം 16-ാം തീയതി ഇത്തരത്തിലുള്ള കേസ് പരിഗണിക്കും. ലക്ഷ്മി. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.